ഹായ് ഗൈസ്, മാർക്കറ്റ് മേസ്റ്ററിന്റെ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെയും പോലെ തന്നെ നിഫ്റ്റിയിൽ നിന്ന് തന്നെ നമ്മുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നിഫ്റ്റി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു 3rd October 2024 20 EMA 20 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്താണ്. അതിനുശേഷം ഓൺ 25th of November 2024 ആണ് ആദ്യമായിട്ട് 20 EMA മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നത്. അതും ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ വളരെ സ്ട്രോങ് ബിഗ് ക്യാൻഡിൽ ആയിരുന്നു. അതുകൊണ്ട് ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ്. ഈ ഗ്യാപ്പ് അപ്പ് ഏരിയ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിനെ വിൻഡോ സപ്പോർട്ട് എന്നാണ് പറയുക. ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഈ ഒരു ഗ്യാപ്പ് ഏരിയ നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അൺലെസ് ആൻഡ് അൺടിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിടത്തോളം കാലം നിഫ്റ്റി ഒരിക്കലും ബെയറിഷ് അല്ല. നമുക്ക് പറയാം നിഫ്റ്റി ഒരു ബുള്ളിഷ് ടു സൈഡ് വേസ് മാർക്കറ്റാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയ 25th November 2024 ഈ ഹൈ ബ്രേക്ക് ചെയ്യാണ് നിഫ്റ്റി എങ്കിൽ നമുക്ക് നല്ലൊരു മൂവ് അപ്പ് കാണാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു ഹൈ ജസ്റ്റ് ടച്ച് ചെയ്ത് താഴത്തേക്ക് വരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രോപ്പർ ബ്രേക്കും കാര്യങ്ങളും കണ്ടിട്ടില്ല. നമ്മൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോയി നോക്കാം. ലെറ്റ് സി ഇൻ 15 മിനിറ്റ് ടൈം ഫ്രെയിം. ഇവിടെ നോക്കുവാണെങ്കിൽ കൂടെ ഈ ഒരു ഹൈ വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴത്തേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷെ നമുക്ക് 15 മിനിറ്റ്സ് ഒരു 30 മിനിറ്റ്സ് ഒരു ക്യാൻഡിൽ പ്രോപ്പർ ക്ലോസ് ഇതിന്റെ മുകളിൽ കിട്ടുവാണെങ്കിൽ വീണ്ടും that probability of a uptrend resuming വളരെ അധികം ഹൈ ആണെന്ന് ഞാൻ പറയും. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റിയുടെ അനാലിസിസ്. നമുക്ക് വീണ്ടും മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്സിലേക്ക് CNX മിഡ് സ്മോൾ മിഡ് CNX മിഡ് CNX മിഡ് സ്മോൾ ക്യാപ് 400 ലേക്ക് നോക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു we had a 3 wave correction. ഈ 3 വേവ് കറക്ഷന് ശേഷം ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഈ 3 വേവ് കറക്ഷനിലാണ് മോസ്റ്റ് ഓഫ് ദ ബിയർ മാർക്കറ്റ്സ് അവസാനിക്കാന്നും പറഞ്ഞിരുന്നു. അപ്പോ ഈ ഒരു സ്ട്രെങ്ത് ഇപ്പൊ നിഫ്റ്റി ഹൈ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ കൂടെ ഇവിടെ നല്ലൊരു പ്രോപ്പർ സ്ട്രോങ് ക്യാൻഡിലാണ് നമുക്ക് കാണുന്നത്. താഴത്തേക്ക് വന്ന് മോർണിംഗ് സെഷനിലെ താഴത്തേക്ക് വന്ന് ഒരു പ്രോപ്പർ റിജക്ഷൻ എടുത്ത് മുകളിലേക്ക് പോയി സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു സൈൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ 50 EMA ഒരു റെസിസ്റ്റൻസും ഉണ്ട്, അതുപോലെ ഈ ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ കൂടെ നമുക്ക് ചെറിയൊരു റെസിസ്റ്റൻസ് ഇൻഡെക്സിന് ഫേസ് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇറ്റ് ഓൾ ഡിപ്പെൻസ്, റൈറ്റ്. അതുപോലെ തന്നെ വേറെ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇൻഡെക്സിന്റെ മൂവ്മെന്റ് ആണ്, റൈറ്റ്. ഞാൻ ഒന്ന് ഡ്രോയിങ് ടൂൾ എടുത്തോട്ടെ. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്. സോ ഈ ഒരു ഇൻഡെക്സ് ഇവിടെ എന്തായാലും ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഫേസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് ഫേസ് ചെയ്യുകയാണ് നല്ലതെന്ന് ഞാൻ പറയും. കാരണം ഇവിടുന്ന് ഇവിടുന്ന് പ്രൈസ് ഇവിടെ പോയി, ഇവിടുന്ന് ഒരു ചെറിയ റിജക്ഷൻ വന്ന് കുറച്ച് ചോപ്നെസ് ഒക്കെ കാണിച്ച് ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബുള്ളിഷ് ആയിട്ട് ഞാൻ കണക്കാക്കും. അല്ലാതെ നമ്മൾ പ്രൈസ് ഇപ്പൊ സ്ട്രെയിറ്റ് ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ വളരെ അധികം ഓവർഹെഡ് സപ്ലൈസിൽ തട്ടി നല്ല പ്രോപ്പർ റിജക്ഷൻ, താഴത്തേക്കുള്ള മൂവ്മെന്റും കാര്യങ്ങളും ചോപ്നെസ്സും ഒക്കെയാണ് വരാൻ ചാൻസ്. സ്ട്രെയിറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ഒരിക്കലും നല്ലതല്ല. എപ്പോഴും നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ ഏതാണോ ആ റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്തേക്ക് വന്ന് ചെറുതായിട്ട് കുറച്ച് ടൈറ്റ് റേഞ്ചസ് ഓർ ടൈറ്റ് ഡേയ്സ് ഉണ്ടായതിനു ശേഷം ബ്രേക്ക് ഔട്ട് തരികയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ എന്താ, നമുക്ക് ഈസിലി ഒരാൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെ വന്നു, ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി, എന്നിട്ടാണ് തിരിച്ചും വീണ്ടും ബൈങ് വരുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് അപ്പിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചിലപ്പോൾ കുറച്ചും കൂടെ ഭീകരമായിരിക്കും. കാരണം നല്ല ഹെവി പ്രോഫിറ്റ്സ് ആണ് മാർക്കറ്റിലേക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹു ആർ ബോട്ട് ദിസ് ദ സ്റ്റോക്സ് ഇൻ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് അവർക്ക് കിട്ടിക്കാണും. അപ്പോൾ ഇതാണ് ഒരു ബെറ്റർ സിനാരിയോ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒബ്വിയസ്ലി മാർക്കറ്റ്സ് ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു സിനാരിയോ ഉണ്ട്, ഞാൻ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും, റൈറ്റ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നിഫ്റ്റി മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് 400. പിന്നെ നമുക്ക് വീണ്ടും ഞാൻ ഇന്നലെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവാം. സോ ബ്രെഡ്ത്ത് അനാലിസിസ് നോക്കുകയാണെങ്കിൽ
percentage of stocks above 20 EMA ഉണ്ട്, percentage of stocks above 50 EMA, percentage of stocks above 200 EMA ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വളരെ ഓവർ സോൾഡ് ആയ റീജിയൺ ഒരു വലിയൊരു ബൗൺസ് ബാക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നല്ല, ബൗൺസ് ബാക്ക് ആയിരുന്നു. അത് ചിലപ്പോൾ ഈ ഒരു ബൗൺസ് ബാക്ക് ഒന്നും കൂടെ എന്താവാൻ ചാൻസ് ഉണ്ട്, മൂവ് ലൈക്ക് ഒന്നും കൂടെ എക്സ്പാൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ എക്സ്പാൻഷൻ ഇന്നലെ 42% സ്റ്റോക്സ് ആയിരുന്നു 20 പീരീഡ് മൂവിംഗ് ആവറേജിന് മുകളിലെങ്കിൽ ഇന്നലെ ഇന്ന് 54%, അതായത് ഇന്നലെ 42%, ഇന്ന് 54% സ്റ്റോക്സും 20 പീരീഡ് മൂവിംഗ് ആവറേജ് മുകളിലാണ്. ദാറ്റ് ഷോസ് സ്ട്രെങ്ത് ഇൻ ദ മാർക്കറ്റ്. അതായത് വീണ്ടും വീണ്ടും കൂടുതൽ സ്റ്റോക്സ് അതിന്റെ 20 പീരീഡ് മൂവിംഗ് ആവറേജിന്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോ ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിട്ട് നമുക്ക് ഇവിടെ കണക്കാക്കാം. ഇവിടെ ചെറിയൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, അതായത് മേ ബി അബൌവ് 50, ഈ ഒരു ഹൈ ഇല്ലേ, മേ ബി അബൌവ് 62.3, ഇതിന്റെയൊക്കെ മുകളിലേക്ക് ഈ ഒരു ലൈൻ പോവുകയാണ്, അതായത് പെർസെന്റേജ് സ്റ്റോക്സ് അബൌവ് 20 പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രീം ബുള്ളിഷ് കണ്ടീഷനിലേക്ക് നമ്മൾ എത്തും. അതുപോലെ തന്നെ ഒരു 80 വരെയൊക്കെ എത്തുവാണെങ്കിൽ വളരെ നല്ലൊരു മൂവ് നമുക്ക് അടുത്ത 2-3 ആഴ്ചയിൽ കാണാൻ പറ്റും. പക്ഷെ എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പൊ തന്നെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എത്തുകയാണ്. ഇപ്പൊ നാളെ വീക്ക്നെസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് മാർക്കറ്റിനെ നോക്കി കാണുക. അഥവാ നാളെ വീക്ക്നെസ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ഹാൾട്ട് ചെയ്യാം, പൊസിഷനും കാര്യങ്ങളൊന്നും എടുക്കാതെ കുറച്ച് ഹാൾട്ട് ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു എപ്പോഴും ഡേ ബൈ ഡേ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതിനനുസരിച്ചുള്ള അനുസരിച്ച് നമ്മൾ നമ്മുടെ മാർക്കറ്റിലേക്കുള്ള അപ്രോച്ച് എന്നും മാറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും ബെസ്റ്റ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ബെയറിഷ് എൻവിറോൺമെന്റുള്ള മാർക്കറ്റിൽ. റൈറ്റ്, ബുള്ളിഷ് എൻവിറോൺമെന്റിൽ എന്തും നമുക്ക് ചെയ്യാം. കാരണം മാർക്കറ്റ്സ് ആർ വെരി മച്ച് ഫോർ ഗിവിംഗ് ഇൻ ബുള്ളിഷ് എൻവിറോൺമെന്റ്. കാരണം എന്താ, ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ വരുത്തിയാലും അത് വലിയ വലിയ ലോസിലേക്ക് പോകാതിരിക്കും. പക്ഷെ ഇങ്ങനത്തെയുള്ള എൻവിറോൺമെന്റ്, ബെയറിഷ് ടു സൈഡ് വേസ് എൻവിറോൺമെന്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചെറിയ തെറ്റുകൾ കൂടി നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. സോ നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കുക. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. ഇവിടെയും നമുക്ക് നോക്കാം, ലൈക് പെർസെന്റേജ് ഓഫ് സ്റ്റോക്സ് അബൌട്ട് 50 EMA താഴത്തേക്ക് ട്രെൻഡ് ലൈൻ ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ, ആ ട്രെൻഡ് ലൈൻ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് വരുവാണെങ്കിൽ, അതുപോലെ തന്നെ ഈ 37% എന്ന് പറഞ്ഞ അപ് ടു 70 വരെ പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല സൈനാണ്. നമുക്ക് അതാണ് മണി മേക്കിംഗ് ഏരിയാസ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ ഒരു മൂവ്മെന്റ് വരുമ്പോൾ നമ്മൾ റെഡി ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓൺ എ ഡെയിലി ബേസിസ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ബ്രെഡ്ത്ത് അനാലിസിസ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഡിറ്റീരിയേറ്റിംഗ് ആണോ അതോ ബ്രെഡ്ത്ത് ഇംപ്രൂവിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ കുറിച്ചൊരു ബ്രോഡർ പെർസ്പെക്റ്റീവ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യണോ അതോ ഇന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പൊസിഷൻ സൈസ് കുറച്ച് ഹൈ ആയിട്ട് വെക്കണോ അതോ താത്തി വെക്കണോ എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ പൊസിഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്നും ട്രേഡ് എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മാസത്തിൽ 5, 10, 15 ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ ആ മാസത്തിലെ ലൈക്ക് പ്രീവിയസ് മന്ത്സിലേക്ക് പോയിട്ട് ഈ ബ്രെഡ്ത്തിന്റെ കണ്ടീഷൻസ് എന്തായിരുന്നു, നിങ്ങൾ കൂടുതൽ ലോസ് എടുത്തപ്പോൾ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. So that's all about for today. So thank you for your time. Please do subscribe as well as watch all the videos that I've uploaded previously. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ സ്വിംഗ് ട്രേഡിംഗിൽ താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോസ് അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. So thank you guys for watching the video once again. Have a nice day.